ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരും വ്യത്യാസത്തിലേക്ക് സ്വാഗതം. ഈ പാത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിളവെടുക്കാൻ പോവുകയാണ്. അപ്പം ഇന്ന് കുറച്ച് വിളവെടുപ്പുണ്ട്, നിങ്ങളെയും കൂടെ കാണിച്ചിട്ടാണ് ഞാൻ വിളവെടുക്കാൻ പോകുന്നത്. എന്നാ വരി വിളവെടുക്കാനും. എൻ്റെ പൂവങ്കോല ഇതുണ്ടാക്കാൻ വലിയ അധ്വാനമൊന്നുമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഒരു കണ്ണ് കിട്ടിയാൽ ഒന്ന് കിട്ടാം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് 10 എണ്ണം ഉണ്ടാക്കാം. 10 വാഴ ഉണ്ടാക്കാം. ഇതാ കണ്ടില്ല, ഞാൻ ചെറിയ ചെറിയ വെച്ചിട്ട് ഒന്നങ്ങ് വെച്ച് കൊടുത്തത്. ഞാൻ മണ്ണിട്ടിട്ടുണ്ട്, വളമൊന്നും ഞാൻ ചെയ്യും. മണ്ണിട്ട് നല്ലോണം മൂടിക്കും. ഇതാ അതിനനുസരിച്ചുള്ള കൊലയാണ് കിട്ടിയത്. നമുക്കിതുപോലെ ധാരാളം നോക്കി. ഇനിയും വെച്ചാൽ എന്താ സ്ഥിതി അറിയാം, പൊട്ടിക്കിട്ടും. ഈ പൂവനുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഞാനിത് വെക്കാൻ ചെറിയ കൊല ആയതുകൊണ്ടുള്ള എന്താ അറിയോ, നമുക്ക് വെട്ടാം. ഇതിന് സഹായം ആരും വെട്ടാൻ. നമ്മൾ വളമൊക്കെ കൊടുത്ത് ഉണ്ടാക്കിയാൽ വെട്ടാൻ ആൾ വേണം. കൊട്ടാതെ നല്ല കൂർച്ചുള്ള കത്തിയായിട്ട് പേടിച്ചോണ്ട. തെറിച്ചൊക്കെ പോയി. ഇതാ കണ്ടില്ലേ, ഒരു വെട്ട് കുറച്ചിങ്ങനെ നല്ല മൂർച്ചയുള്ള കത്തിയിൽ പേടിച്ചോണ്ട് വെട്ടിയതിന് വെട്ടലും ഒറ്റ പോക്ക് റോട്ടുമേല്. എന്നാലേ വെട്ടി ഒരു പോറൽ വേറ്റിയില്ല. അതൊക്കെ നമ്മളെ ചെറിയ കൊലന്റെ പ്രത്യേകതയാ. വലുതാണെങ്കിൽ ഇപ്പൊ പൊട്ടി എന്താ നല്ലൊരു പൂവാൻ. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾ ഓരോ കന്നൊക്കെ വെക്കാൻ നോക്കുക. ഒരു കന്ന് വെച്ചാൽ അത് ഒരു കൊല്ലം കഴിയുമ്പോൾ കണ്ടില്ല, അതിൻ്റെ അടുത്ത് വരട്ടി ഇഷ്ടം പോലെ കന്നായി. ഇതിന് കാമ്പ് ഇതുണ്ടായി കഴിഞ്ഞപ്പോൾ ഇതിന് ഉപ്പേരി വെച്ച് കാമ്പിന് എടുക്കാണ്ട് കുറേ ദിവസത്തേക്ക് ഇത് വേണം ഉപ്പേരി വെക്കാൻ, പഴുപ്പിക്കും ചെയ്യുക. രാസവളവും കീടനാശിനി ഒന്നും ചേർക്കാത്ത നല്ല അടിപൊളി. ഈ വേനൽക്കാലത്ത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുക, പഴുപ്പ് തിന്നാം. ഇപ്പം എല്ലാവരും ഓരോ പൂവും അന്നൊക്കെ വെക്കാൻ നോക്കുക. നഴ്സറി പോയാൽ കിട്ടും കേട്ടോ. ഇത് മൈസൂർ കൊലയാണ്. ഇതിപ്പോ തിന്ന് കുറെ കിളികളെല്ലാം തിന്നു പോയി. ഇവിടൊക്കെ കിളികൾ തിന്നതാ കണ്ടില്ലേ. കുറച്ച് കിളികൾ തിന്നോട്ടെ അല്ലേ, നമ്മൾ മാത്രം തിന്നാ മതി. ഞാൻ വെട്ടുന്നത് കാണിച്ചില്ല, ഇവിടുന്നാണ് വെട്ടിയെടുത്തത്. അപ്പൊ ഇന്ന് ഒരു മൈസൂർ കൊലയും കിട്ടി, ഒരു പൂവൻ കൊലയും കിട്ടി. ഇതിനൊന്നും വലിയ പണികളേ ഇല്ല. മഴക്കാലം വരുമ്പോ ഒന്നങ്ങ് നട്ടു കൊടുത്താൽ മതി. കണ്ടോ, ഞാൻ മണ്ണിട്ട് മണ്ണ് മാത്രമേ ഇടലുള്ളൂ, ഒരു വളം ചേർക്കില്ല. ഇതിന് ഇത് കുഴപ്പമില്ല. ഒരു തറ ഒഴിച്ചളി പൂമ്പ്. അതിന്റെ തക്കാളി ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിളവെടുക്കാനാകുന്നുണ്ട് കേട്ടോ. പറിക്കാൻ തുടങ്ങിയാൽ അങ്ങനെയാ, കാത വെള്ളം ചോപ്പുണ്ടാവും. ഇതാ കണ്ടോ, നല്ല ഷെയറിലുണ്ടാവും. കണ്ടില്ലേ, ആ നിലം തൊടുന്നുണ്ട്, അങ്ങോട്ട് പറിച്ചെടുക്കുക. എന്താ ഇവിടെ ഉണ്ട്, പറിക്കണം. വേണ്ട അടക്കട്ടെ ആവും. തക്കാളി റെഡി. ഞാൻ ഇന്നലെ ഈ തക്കാളി കൊണ്ട് ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റാട്ടോ. കടുകൊക്കെ പൊട്ടിച്ചിട്ട് താളിക്കാൻ നല്ല രസം. ഇനി ഒരു വഴുതിനുണ്ട്, വഴുതി ഞങ്ങൾ വിളിക്കട്ടെ. ഒന്നല്ല 2 3 എണ്ണം ഉണ്ട്. ഒന്ന് ഇവിടെ 2, ഇനി അപ്പുറത്ത്. ഇനി അപ്പുറത്തെ വിളവെടുക്കട്ടെ. ചീര വിളവെടുത്താൽ തന്നെ ഉണ്ട് ഇവിടെ, അതുകൊണ്ട് ഇത് വിളവെടുക്കുന്നില്ല. കണ്ടില്ലേ, ഇനി കാബേജാ.
കാബേജാ വിളവെടുക്കുന്നത്. ആദ്യം അടിയിലെന്തോ ഉണ്ടോ നോക്കട്ടെ, കൈ പോകുമ്പോ. ഇതിനുള്ളിൽ എന്തെങ്കിലും ചുരുണ്ട് കൂടിയാൽ നമ്മളിങ്ങനെ നനയ്ക്കുന്നതാണല്ലോ. നല്ലൊരു കാബേജ്. നമുക്ക് ഇതൊക്കെ ഉപ്പേരി വെക്കാം കേട്ടോ. ഇതെല്ലാം നമുക്ക് ഉപ്പേരി വെക്കാം. ഇത് ഞാൻ വെക്കുന്നില്ല, ഞാൻ എൻ്റെ പച്ചക്കറിക്ക് വളാക്കി കൊടുക്കും. ഇത് വേറെ തന്നെ ഇഷ്ടം പോലെ കണ്ടില്ലേ. കണ്ടോ വഴുതിയിലുണ്ടായത്? എല്ലാം കൂടി വറക്കുന്നില്ല. ഇത് മതി, എല്ലാം കൂടെ പറിക്കുന്നില്ല, വെറുതെ പറിച്ചിട്ട് നാശാവണ്ട. ഇതാ ഒരു കയ്പ, അത് മൂത്ത് പഴുപ്പ് വരിക. തക്കാളി ഏതൊക്കെ പഴുത്തുണ്ട്. പഴുക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് പഴുത്തൂടും. അവിടെ ഉണ്ട്, ഇത് പറിക്കാം. ഇന്ന് നനച്ചില്ല, എന്നാലും നല്ല മഴ പെയ്തിരുന്നു, അതുകൊണ്ട്. കണ്ടില്ലേ എൻ്റെ ചീരച്ചേമ്പൊക്കെ? ഇതൊന്നും വിളവെടുക്കൂരാവൂര, കാരണം നമുക്ക് വേറെ ഇഷ്ടം പോലെ വെക്കാണ്ട്. അപ്പം നമ്മൾ ഓരോന്നോരോ നട്ടാൽ നമുക്ക് ഇഷ്ടം പോലെ വിളവെടുത്തിട്ട് നമുക്ക് മരുന്നില്ലാത്ത കഴിക്കാം. ഇതാ നമ്മുടെ നിത്യവഴുതിന കണ്ടില്ലേ, നിറയെ ഉണ്ടായിന്. പക്ഷെ ഇതൊക്കെ കൂടി വിളവെടുത്ത് കൊണ്ട് ഇനി അത് വിളവെടുക്കുന്നില്ല. നാളെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നട്ടാനുള്ള ഗുണങ്ങൾ, അത് കുറേ സാധനങ്ങൾ ഉണ്ടാവും. നമ്മൾ കടയിൽ പോയി ഒന്നും വാങ്ങണ്ട. ഒരു മൈസൂർ കൊല, ഒരു പൂവൻകൊല, ഒരു കുഞ്ഞി പൂവൻകൊല, പിന്നെതാ കാബേജ്. കാബേജ് ഇങ്ങനെ എല്ലാം പോക്കിയാലേ എനിക്ക് മനസ്സിലാവുള്ളൂ അതിന്റെ വലിപ്പം. ഉള്ളിൽ കുടുങ്ങിക്കുക. കയ്പ, വഴുതിന പലതരം ഉണ്ട്, പല കളറിലുണ്ട്. വയലറ്റ്, പച്ച, തക്കാളി. എന്റെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോയ്ക്ക് വരാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.